സംസ്ഥാനത്തെ കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. പാലക്കാട് എടത്തനാട്ടുകരയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഉമർ വാൽപ്പറമ്പനാണ് മരിച്ചത്. ഈ പ്രദേശത്ത് വന്യമൃഗ ശല്യം രൂക്ഷമെന്ന് പരാതി നൽകിയിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് നാട്ടുകാർ പരാതി പറയുന്നത്. പാലക്കാട് നിന്ന് ശ്രീകുമാരൻ തത്സമയം ചേരുകയാണ്. ശ്രീജിത്തെ, വളരെ സങ്കടകരമായൊരു വാർത്തയാണല്ലോ എടത്തനാട്ടുകരയിൽ നിന്ന് വരുന്നത്, വിവരങ്ങൾ? തീർച്ചയായും SKN സങ്കടകരമായ വാർത്ത തന്നെയാണ് എടത്തനാട്ടുകരയിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. ഈ ഉമർ രാവിലെ ടാപ്പിങ്ങിന് പോയതാണ്. ഈ മേഖലയിൽ ടാപ്പിംഗ് തൊഴിലാളി കൂടിയാണ്. ഈ പ്രദേശം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഈ ഉപ്പുകുളത്ത് നിന്ന് രാവിലെ ടാപ്പിങ്ങിന് പോയ ഇദ്ദേഹം പലപ്പോഴും വൈകിയാണ് തിരിച്ചെത്താറുള്ളത്. അതുകൊണ്ട് ഉച്ചവരെയൊന്നും തന്നെ ആരും അദ്ദേഹത്തെ പിന്നീട് ഫോണിൽ വിളിക്കാനൊന്നും ശ്രമിച്ചില്ല. പക്ഷേ അതിനുശേഷം ഫോണിൽ വിളിച്ചിട്ടും അദ്ദേഹത്തെ കിട്ടാതെ വന്നതോടുകൂടി പിന്നീട് നാട്ടുകാരും ബന്ധുക്കളും കൂടി തിരഞ്ഞിറങ്ങുകയായിരുന്നു. ഈ തിരഞ്ഞിറങ്ങിയപ്പോഴാണ് ഈ ഒരു ഘട്ടത്തിൽ മൃതദേഹം കണ്ടത്. വൈകിട്ടോടുകൂടിയാണ് മൃതദേഹം ആ പ്രദേശത്ത് കണ്ടത്. കാട്ടാന എടുത്ത് തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിഞ്ഞതായിരിക്കാമെന്നാണ് പറയുന്നത്. മുഖത്തും തലയിലും കാര്യമായ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. എന്നാലും മൃതദേഹം ഇപ്പോൾ ഉപ്പുകുളത്ത് നിന്ന് താഴെ ഇറക്കി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വനംവകുപ്പ് റേഞ്ചർ അടക്കമുള്ള ആളുകൾ ആ പ്രദേശത്ത് പോയി ഇത് വന്യജീവി ആക്രമണം അല്ലെങ്കിൽ കാട്ടാന ആക്രമണം തന്നെയാണെന്ന് സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരം അടക്കമുള്ള തുക ഉടൻ കൈമാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല കാര്യം. ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാന ശല്യമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. റബ്ബർ എസ്റ്റേറ്റുകൾ. ശ്രീകുമാരനാണ് പാലക്കാട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പാലക്കാട് എടത്തനാട്ടുകരയിൽ ഉണ്ടായ സംഭവം, ടാപ്പിംഗ് തൊഴിലാളി ഉമർ വാൽപ്പറമ്പൻ മരിച്ച സംഭവം, ഈ വന്യമൃഗ ശല്യം, അതിൻ്റെ സംഭവം എങ്ങനെ കുറയ്ക്കും എന്ന് അറിയാൻ കഴിയാതെ സർക്കാരും ഒക്കെ വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് പിന്നെയും ഒരു മരണം കൂടി കേരളത്തിൽ സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്തെ, ശരിക്കും യഥാർത്ഥത്തിൽ ഈ നാട്ടുകാരുടെ ഒരു പരാതി ഉണ്ടല്ലോ, ഇവിടെ ഈ അതിരൂക്ഷമായ വന്യമൃഗ ശല്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല, വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവഗണിച്ചു എന്നുള്ള പരാതി ഉണ്ടല്ലോ. ആ പരാതിയിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? തീർച്ചയായും SKN അല്പസമയം മുൻപ് അവിടുത്തെ പഞ്ചായത്ത് അംഗം നമ്മോട് തന്നെ 24 തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു ടെലിഫോൺ പ്രതികരണത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, അത് കാട്ടാന മാത്രമല്ല മറ്റു വന്യമൃഗങ്ങളുടെ അടക്കം സാന്നിധ്യം ആ മേഖലയിലുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി പറയുന്ന സമയത്ത് ആ മേഖലയിലെത്തും, പരിശോധിക്കും, തിരികെ പോകുമെന്ന് അല്ലാതെ മറ്റു കാര്യങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഇത്തരത്തിലുള്ള കാട്ടാനകളെയോ അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളെയോ തുരത്താൻ ആവശ്യമായ ഒരു നടപടിയിലേക്കും കടക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉമറിന്റെ മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ആയിരിക്കും ബന്ധുക്കൾക്ക് വിട്ട് നൽകുക. എന്തായാലും എടത്തനാട്ടുകരയിൽ നിന്ന് ഇത്തരമൊരു സങ്കടകരമായ വാർത്ത വന്നിട്ട് പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ണു തുറക്കുന്നില്ല, ആ മേഖലയിൽ കാര്യമായ രീതിയിലുള്ള പരിശോധന ഇതുവരെ നടത്തുന്നില്ല എന്നൊരു ആക്ഷേപം നാട്ടുകാർക്കുണ്ട്. അത് പഞ്ചായത്ത് നമ്മുടെ പുതുതായി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇത് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നുകൂടി പറയാമോ? തീർച്ചയായും SKN രാവിലെ ടാപ്പിങ്ങിന് പോയതാണ് ഈ ഉമ്മർ. രാവിലെ ടാപ്പിങ്ങിന് പോയി. അദ്ദേഹം സാധാരണ തിരിച്ചെത്തുന്ന സമയത്തും തിരിച്ചെത്തിയില്ല. സാധാരണ കുറച്ച് വൈകിയൊക്കെയാണ് തിരിച്ചെത്താറുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടുകാരും നാട്ടുകാരും സംശയം അവർക്ക് തോന്നിയില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിയപ്പോഴാണ്, ഫോണിൽ വിളിച്ച് അദ്ദേഹത്തെ ലഭിച്ചില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പരിശോധന മേഖലയിൽ നടത്താൻ, ഈ റബ്ബർ ടാപ്പിങ്ങിന് പോയ ആ തോട്ടത്തിന്റെ മേഖലയിൽ നടത്താൻ അവർ ശ്രമം ആരംഭിച്ചത്. വൈകിട്ടോടുകൂടി ഉമ്മറിനെ കാട്ടാന വലിച്ചെറിഞ്ഞ നിലയിൽ കാണപ്പെടുകയായിരുന്നു. മുഖത്തും അതുപോലെ തന്നെ തലയ്ക്കുമൊക്കെ കാര്യമായ രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട്. നമുക്ക് ആ ചിത്രത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് പുറംതിരിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ആ ശരീരത്തിൽ ഉള്ളത്. എന്തായാലും കാട്ടാനയുടെ ആക്രമണത്തിന്റെ കൃത്യമായ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നാട്ടുകാർ കാട്ടാന ആക്രമണമാണെന്ന് പറഞ്ഞു. നമ്മൾ കാട്ടാന ആക്രമണം ആണെന്ന് സംശയമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിക്കണം. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിലേക്ക് ഒരു ഓഫ് റോഡ് ജീപ്പിലടക്കം അങ്ങോട്ട് പോകേണ്ടതുണ്ട്. അല്ലാതെ സാധാരണ രീതിയിൽ വാഹനത്തിൽ, കാറിലോ മറ്റോ അങ്ങോട്ട് എത്താൻ കഴിയില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ ഓഫ് റോഡ് വാഹനത്തിലാണ് അങ്ങോട്ട് പോയത്. എന്തായാലും ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നു അത് കാട്ടാന ആക്രമണം തന്നെയാണെന്ന്. എന്തായാലും മൃതദേഹം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കും. SKN.